ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ എന്താ ഇങ്ങനെയെന്നായിരിക്കില്ലേ ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി അനിയത്തി വന്നപ്പോഴേ സ്ക്രഞ്ചീസ് വേണമെന്നാണ് പറഞ്ഞു. നേരെ വെളുക്കെട്ടെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഏതായാലും ചെയ്യല്ലേ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ക്ലാസ് ഒന്നുമല്ല, ഒരു സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. സാറ്റിൻ്റെ ക്ലോത്താണ് ഞാനെടുത്ത്. നീളം 28 ഇഞ്ചും വീതി 4 ഇഞ്ചുമാണ് വരുന്നത്. സാറ്റിൻ ക്ലോത്താണ് കുറച്ചുകൂടി സ്ക്രഞ്ചീസൊക്കെ ചെയ്യാൻ നല്ലത്. അതിന് കൂടെ ഞാൻ ഒരു 7 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊരു 1/2 ഇഞ്ച് വീതിയുള്ളൊരു എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഈ 2 സൈഡും കൂടി നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് അടിക്കേണ്ടത്. ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. തയ്യൽ മെഷീനിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൈത്തയ്യൽ ചെയ്യണവർക്കും ചെയ്യാൻ പറ്റും. 2 തവണയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെക്യൂർഡ് ആയിട്ടുണ്ടാവും. ഞാൻ മെഷീനിലും 2 സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ സ്റ്റിച്ച് ഒന്ന് നിവർത്തിയെടുക്കണം കേട്ടോ. ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് നിവർത്തിയെടുക്കണം. അതിനുശേഷം ആ ക്ലോത്ത് തിരിച്ചിട്ടിട്ട് മുകളിൽ കാണുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി വെക്കാം. എന്നിട്ട് 2 ജോയിനും കൂടി ഒരേപോലെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വേണ്ട, അത് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള ക്ലോത്ത് മെല്ലെ വലിച്ച് അത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തുന്നവരെ നമ്മളിതുപോലെ മെല്ലെ വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് മെഷീനിലാണ് ചെയ്യുന്നതെങ്കിൽ സൂചി താഴ്ന്ന് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അധികം ശക്തിയിൽ വലിക്കേണ്ട, മെല്ലെ വലിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് നമുക്ക് നിർത്താം. അതുവരെ ചെയ്താൽ മതി. 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് നിർത്തുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഈ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ക്ലോത്ത് ഈ സ്റ്റിച്ചിൽ തട്ടാതെ നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ക്ലോത്ത് മടക്കി വെക്കുന്നത്. അതാണ് ജോയിൻ്റ് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തിയാൽ മതി. നമ്മൾ എലാസ്റ്റിക്, ഇപ്പം ഞാൻ ഈ സിസേഴ്സ് ഇട്ട ഭാഗമാണ് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയതാണ്. പിന്നെ ആ ഒരു ഭാഗത്ത്, അത് നമ്മളിപ്പോൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗത്തല്ല, മെയിൻ സൈഡിലുള്ള ഹോൾ ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക്കിൽ ഞാൻ ഒരു പിന്ന് കുത്തിയിട്ടാണ് ഇലാസ്റ്റിക് ചെയ്യുന്നത്. മെല്ലെ ഇലാസ്റ്റിക് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ മതി. ഇലാസ്റ്റിക് 2 സൈഡിലും എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കെട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം, അപ്പോഴേ അത് നല്ല സെക്യൂറായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ കെട്ടിട്ട് കൊടുക്കല, സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കെട്ടിട്ട് കൊടുക്കണമെങ്കിൽ കെട്ടിട്ടും കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു 1 ഇഞ്ച് അവിടെ ഒരു ഗ്യാപ്പ് വെച്ചില്ല, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ക്ലോത്ത് മെല്ലെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത്. നല്ല ഭാഗം പുറത്തേക്ക് വലിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും.
ഇനി ആ ഒരു ഗ്യാപ്പ് മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഉള്ളിലേക്ക് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ട് അടുത്തുള്ള ഫാൻസി കടകളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്ക്രഞ്ചീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പ്രിൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.